ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹിയുടെ 35ാമത്തെ ഹിക്മത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനു മുമ്പ് നഫ്സിൻ്റെ കുറേ ന്യൂനതകളിൽ നിന്ന് നമ്മൾ മുക്തമാകണം എന്നാണ് പറഞ്ഞത്. നഫ്സിൻ്റെ ന്യൂനതകളിൽ നിന്ന് മുക്തമാകാതെ അത് അതേ നിലക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അയാളിൽ എന്തുണ്ട്? അയാളിൽ ഒഫലത്തുണ്ട് എന്നുള്ള അശ്രദ്ധ ഉണ്ടെന്ന്. ആ വിഷയത്തിൽ അയാൾ എന്തിനില്ല, വേണ്ട രീതിയിൽ അന്വേഷണം നടത്തുന്നില്ല. അല്ലെങ്കിൽ അയാൾക്ക് ആ നഫ്സിൻ്റെ ന്യൂനതകൾ എന്ത് ചെയ്യാം, അയാൾക്ക് കണ്ടുപിടിക്കാം. പക്ഷെ കണ്ടുപിടിക്കാത്ത കാരണം എന്താ? എനിക്ക് ഇന്നെ ന്യൂനതകൾ ഉണ്ടെന്ന് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തതിന് കാരണം എന്താ? അയാൾ ആ വിഷയത്തെക്കുറിച്ച് എന്ത് ചെയ്യണില്ല, അന്വേഷിക്കണില്ല എന്നോ? എന്തുകൊണ്ടാണ് ഒരാൾ സ്വന്തം നഫ്സിൻ്റെ ന്യൂനതകളെ അന്വേഷിക്കാതിരിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതാ ഹിക്മ വായിച്ചാൽ മനസ്സിലാവും. ഞാൻ ഹിക്മ ആദ്യം ഒന്ന് വായിക്കാം. അസ്ലു കുല്ലു മഅസിയത്തിൻ വഅഫലത്തിൻ വശഹവത്തിൻ അർളില്ലാ അനിൻ നഫ്സ് വഅസ്ലു കുല്ലു ത്വാഅത്തിൻ വയഖളത്തിൻ വഇഫത്തിൻ അദമു റിളാ മിൻക അൻഹാ വലഅൻ തസ്ഹബ ജാഹിലൻ ലാ യർളാ അൻ നഫ്സിഹി ഖൈറുൻ ലക മിൻ അൻ തസ്ഹബ ആലിമൻ യർളാ അൻ നഫ്സിഹി ഫഅയ്യു ഇൽമിൻ ലിആലിമിൻ യർളാ അൻ നഫ്സിഹി വഅയ്യു ജഹലിൻ ലിജാഹിലിൻ ലാ യർളാ അൻ നഫ്സിഹി. ഇതാണ് ഹിക്മ. വളരെ അർത്ഥവത്തായ ഹിക്മത്താണത്. നമുക്കതിലേക്ക് പഠിച്ചാൽ ഇറങ്ങിയാൽ മനസ്സിലാവും. പറയുന്നത് എന്താണ്? അസ്ലു കുല്ലി മഅസിയത്തിൻ. അസ്ല് പറഞ്ഞാൽ എന്താ? എല്ലാത്തിൻ്റെ അസ്ല് അതാണെന്ന് പറയില്ല നമ്മള്. അസ്ല് പറഞ്ഞാൽ എന്താ? അടിസ്ഥാനം. അസ്ലു കുല്ലു മഅസിയത്തിൻ. മഅസിയത്ത് പറഞ്ഞാൽ എന്താ? ദോഷം, തിന്മ അല്ലേ? കുല്ലു പറഞ്ഞാൽ എല്ലാം. അപ്പൊ അസ്ലു കുല്ലു മഅസിയത്തിൻ, എല്ലാ തിന്മയുടെയും അടിസ്ഥാനം, മനുഷ്യനിൽ സംഭവിക്കുന്ന എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മയുടെയൊക്കെ അടിസ്ഥാനം, മനസ്സിലായില്ലേ? വഅഫലത്തിൻ. വഅഫലത്തിന് എന്താ? അശ്രദ്ധ. അശ്രദ്ധ പറഞ്ഞാൽ എന്താണ്? അല്ലാഹു അല്ലാത്ത മറ്റുള്ള തിരു സാന്നിധ്യത്തെ തൊട്ട് നമ്മളെ തിരിക്കുന്ന എല്ലാം ഏതാണ്? ഒഫലത്താണ് അല്ലേ? അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് നമ്മൾ തിരിക്കുന്ന എല്ലാം എന്താണ്? ഒഫലത്താണ്. അപ്പൊ ഒഫലത്ത് പല രീതിയിലും പലർക്കും, ചിലർക്ക് ഭയങ്കര ഒഫലത്തായിരിക്കും, ചിലർക്ക് ചെറിയ ഒഫലത്തുണ്ടാവും. ഏതായാലും അള്ളാഹു എന്നുള്ള ഇലാഹി ചിന്ത നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണ്? ഓഫിലാണ്. അപ്പൊ അസ്ലു കുല്ലു മഅസിയത്തിൻ, എല്ലാ തിന്മയുടെയും അടിസ്ഥാനവും, വഅഫലത്തിൻ, എല്ലാ അശ്രദ്ധയുടെയും അടിസ്ഥാനം, വശഹവത്തിൻ. ഷഹവത്ത് എന്താ? ഷഹവത്ത് എല്ലാ ദേഹേച്ഛയുടെയും എന്ത് അടിസ്ഥാനം. അതായത് അള്ളാഹുവിലേക്ക് തിരിയുന്നതിന് പകരം അവന്റെ ഇഷ്ടങ്ങളുമായി അവന്റെ മനസ്സ് കണക്ട് ചെയ്യുന്ന, അവന്റെ സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് അവൻ പോകുന്നതാണ് ഏത്? ഷഹവത്ത്. അവന് കുറെ ഇഷ്ടങ്ങളുണ്ടല്ലോ, ആ ഇഷ്ടത്തിലേക്ക് അവൻ തിരിയുക, അതാണ് ഷഹവത്ത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നാണ്. അപ്പൊ എല്ലാ തിന്മയുടെയും, എല്ലാ അശ്രദ്ധയുടെയും, എല്ലാ ദേഹേച്ഛയുടെയും വൈകാരികതയുടെയും അടിസ്ഥാനം എന്താ? അർളില്ലാ അനിൻ നഫ്സ്. സ്വന്തത്തിൽ തൊട്ട് അയാൾ സംതൃപ്തനാവുക എന്നുള്ളതാണ്. മനസ്സിലായോ? സ്വന്തത്തിൽ അയാൾ ആരാണ്? സ്വന്തത്തോട്ട് അയാളുടെ നഫ്സിനത്തോട് അയാൾ ആരാണ്? സംതൃപ്തനാണ്. എന്നാൽ അയാളുടെ വിഷയത്തിൽ അയാൾക്ക് എന്തില്ല, ഒരു പോരായ്മ അയാൾ എന്ത് ചെയ്യില്ല, അയാള് കാണുന്നില്ല. ഇന്നത്തെ ഒരു പ്രശ്നമില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ അയാൾ ജീവിക്കുമ്പോൾ അയാൾ എപ്പോഴും ആരായിരിക്കും? ഓഫിലായിരിക്കും. എല്ലാ തിന്മയിലേക്ക് അയാൾ പോകും. കാരണം അയാൾക്ക് അയാളെ കുറിച്ച് എന്തില്ല, ഒരു മോശമായ ഇതില്ല, അഭിപ്രായമില്ല. അയാൾക്ക് അയാളെ കുറിച്ച് എന്താണ്? സംതൃപ്തിയാണ്. അപ്പോൾ സ്വയം സംതൃപ്തനാണ് അവസ്ഥയിലാണ് ഒരാൾ എല്ലാ തിന്മയിലേക്കും. നഫ്സിന്റെ കാര്യത്തിൽ നഫ്സ് പറഞ്ഞാൽ നഫ്സിന്റെ കാര്യത്തിൽ അയാൾ സ്വന്തം സംതൃപ്തനാവുമ്പോഴാണ് എല്ലാ അശ്രദ്ധയിലേക്കും എല്ലാ ഓഫലത്തിലേക്കും
എല്ലാ തിന്മയിലേക്കും അയാൾ പോകാനുള്ള കാരണം. അപ്പൊ എല്ലാ തിന്മയുടെയും അടിസ്ഥാനം എന്താ? റിളൻ നഫ്സ് എന്നാണ്. മഹാന്മാർ പറയുന്നത് റിളൻ നഫ്സാണ് എല്ലാ തിന്മയുടെയും ഏത് അടിസ്ഥാനം. കാരണം ഒരാൾ നഫ്സിന്റെ കാര്യത്തിൽ സംതൃപ്തനായാൽ പിന്നെന്താവില്ല, നമ്മളൊരു വിഷയത്തെ തൊട്ട് തൃപ്തിയാണെങ്കിൽ, നമ്മളൊരു വിഷയത്തൊട്ട് ഒരു വിഷയത്തെ നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ എന്തുണ്ടാവുക? ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ എന്തുണ്ടാവുക? അയാൾ ഒരു ന്യൂനതയും ആരും അംഗീകരിക്കൂല, നമ്മൾ അംഗീകരിക്കൂല. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യം, നമുക്ക് അയാളെ ഇഷ്ടമുണ്ടെങ്കിൽ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യം അയാള് അതൊന്നും നമ്മളെ മനസ്സിലുണ്ടാവില്ല, ഒരു ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മളൊരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നമ്മളങ്ങനെയാണ്. അതിന് എത്ര മോശക്കാരനാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ആ മോശങ്ങളൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അങ്ങോട്ട് മൂടി വെക്കും. ഒരു കവിതയുണ്ട്, വഅൈനുറിള അൻ കുല്ലി ഐബിൻ കലീലത്തുന്ന. എന്ത്? തൃപ്തിയുടെ നോട്ടം കൊണ്ട് നീ ഒരാളെ നോക്കിയാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു എല്ലാ ന്യൂനതയും എന്ത് ചെയ്യും, നീ കണ്ണടക്കുന്നു. തൃപ്തിയുടെ നോട്ടത്തോടുകൂടി ഒരു വ്യക്തിയെ നമ്മൾ നോക്കിക്കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യും, അയാൾ എല്ലാ ന്യൂനതയും നമ്മളെന്ത് ചെയ്യും, നമ്മളാണ് കണ്ണടക്കും. നമുക്കത് എന്ത് ചെയ്യില്ല, കണ്ട് ഉൾക്കൊള്ളാൻ നമ്മളാണ് സമ്മതിക്കൂല. നമ്മൾ സംഗതിയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെന്ത് ചെയ്യില്ല, പിന്നെ അതിൽ പ്രശ്നമുണ്ടോ നമ്മൾ നോക്കാൻ നമ്മളെന്ത് ചെയ്യില്ല, നമ്മൾ ശ്രമിക്കൂല. അതേപോലെ തന്നെ നഫ്സിനെ നമ്മൾ തൃപ്തിപ്പെട്ടാൽ പിന്നെ അതിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടോ എന്ന് എന്ത് ചെയ്യില്ല, നമ്മൾ നോക്കൂല, നമ്മളെന്ത് ചെയ്യും, അതാണ് കണ്ണെടുക്കും. അപ്പൊ നഫ്സിൽ നമ്മൾ സംതൃപ്തനാകുന്നിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നഫ്സിൽ സംതൃപ്തനാണോ കൂടുതൽ നഫ്സ് പറഞ്ഞതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാ തിന്മയിലേക്കും അയാൾ എന്ത് ചെയ്യും, അയാൾ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ മുഴുവൻ തിന്മകളും സംഭവിക്കുന്നതിന്റെ ബേസിക് അടിസ്ഥാനം എന്താണ്? നഫ്സിന്റെ കാര്യത്തിൽ ഒരാൾ എന്താവുക എന്നുള്ള, സംതൃപ്തൻ ആവുക എന്നുള്ള. അയാളുടെ വിഷയത്തിൽ, അയാൾക്ക് നഫ്സിന്റെ വിഷയത്തിൽ അയാൾക്ക് എന്തില്ല ഒരു പ്രശ്നവും തോന്നാത്ത അവസ്ഥയുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാ തിന്മകളും എന്ത് ചെയ്യും, അയാൾ സംഭവിച്ചുകൊണ്ടിരിക്കും. വഅസ്ലു കുല്ലി ത്വാഅത്തിൻ, എല്ലാ നന്മയുടെയും അടിസ്ഥാനം. ത്വാഅത്ത് എന്താണ്? ത്വാഅത്ത് എന്താ? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അല്ലെ? തിന്മയിൽ നിന്ന് വിരോധിക്കുക. ആ അവസ്ഥയിൽ ഒരാൾ നിൽക്കുന്നതിന്റെ അടിസ്ഥാനം. വയഖളത്തിൻ, യഖളത്ത് എന്താണ്? ഉണർവിന്. ഗഫലത്തിന്റെ നേരെ വിപരീതമാണ് ഏത്? ഉണർച്ച എന്ന് പറഞ്ഞ അവസ്ഥ. എല്ലാ ത്വാഅത്തിന്റെയും ഇബാദത്തിന്റെയും ഉണർച്ചയുടെയും വഇഫത്തിൻ, എല്ലാ വിശുദ്ധിയുടെയും. ഇപ്പത്തെ പറഞ്ഞാൽ എന്താണ്? നല്ല ശഹവത്തിൽ നിന്നൊക്കെ വൈകാരികതയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നല്ല ഉന്നതമായ മാനസിക അവസ്ഥക്കാണ് ഏത് പറയാ, ഇഫത്ത് എന്ന് പറയാ. നേരത്തെ പറഞ്ഞ ശഹവത്തില്ലേ, എന്റെ വിപരീതം വിശുദ്ധി. എല്ലാ വിശുദ്ധിയുടെയും അടിസ്ഥാനം എന്താണ്? അദമുറിള മിൻക അൻഹ, അദമുറിള നീ സംതൃപ്തനാവാതിരിക്കലാണ്. അദമുറിള അസംതൃപ്തി ഉണ്ടാവലാണ്. നിൻകനിൽ നിന്നും അൻഹ, ആ നഫ്സിനെ തൊട്ട്. അപ്പൊ നഫ്സിന്റെ വിഷയത്തിൽ നീ സംതൃപ്തനാകാതിരിക്കുമ്പോഴാണ് നിനക്ക് എന്തുണ്ടാവുക, എല്ലാ ത്വാഅത്തും എല്ലാ ഉണർവും എല്ലാ വിശുദ്ധിയും നിനക്കുണ്ടാവുക. നഫ്സിന്റെ കാര്യത്തിൽ, അതായത് നഫ്സിന്റെ കാര്യത്തിൽ നമുക്ക് എന്തില്ല, സംതൃപ്തിയില്ല. നഫ്സിനെ നമുക്ക് എന്തില്ല, നമ്മൾ നഫ്സിനെ നമ്മൾ തൃപ്തിപ്പെടുത്തുന്നില്ല. പറഞ്ഞ മനസ്സിലാണില്ല? നഫ്സിന്റെ കാര്യത്തിൽ നമ്മൾ ആരല്ല, തൃപ്തര് അല്ല. ആ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, ഇബാദത്തുകളും ഉണർവും മറ്റതൊക്കെ ഉണ്ടാവുക. അതായത് നമുക്ക് ഒരു വ്യക്തിയോട് ഏതാനും പറയാം, ഒരു വ്യക്തിയോട് നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? കവിതയിൽ കാണാം, വലാകിന്ന ഐന സുഖ്തി തുബ്ദി മസാവിയ. എല്ലാ വെറുപ്പിന്റെ കണ്ണോടുകൂടി നീ ഒരാളെ നോക്കിയാൽ, വെറുപ്പിന്റെ കണ്ണോടുകൂടി നീ ഒരാളെ നോക്കുകയാണെങ്കിൽ അയാളെ എല്ലാ കുറ്റങ്ങളും നീക്ക് എന്ത് ചെയ്യും, നീക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെയല്ലേ? നമുക്ക് ഒരാളെ വെറുത്തുക്കണമെങ്കിൽ അയാൾക്ക് അറിയാത്ത കുറ്റങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യാം, അയാളെ പറ്റി അറിയും. അയാൾക്ക് പോലും അറിയില്ല എനിക്ക് ഇങ്ങനത്തെ കുറ്റങ്ങൾ ഉണ്ട് എന്ന്. അതാർക്കറിയാം? അയാളുടെ വെറുപ്പുള്ള ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് ചില മഹാന്മാർ പറയുന്നത്, നിന്റെ എതിരാളികളുടെ ശത്രുക്കളുടെ വാക്കുകൾ നീ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് ചില സൂഫിയാക്കള്. കാരണം എന്താ, നിന്നിൽ മറഞ്ഞെടുക്കുന്ന പല കാര്യങ്ങളും അവരെന്ത് ചെയ്യും, അവർ കണ്ടുപിടിച്ച് തരും. മനസ്സിലായില്ലേ? കാരണം അവർക്കറിയാം നിന്റെ വീക്ക്നെസ്. നമുക്കതുപോലും അറിയാത്ത ഇങ്ങനത്തെ ഒക്കെ തെറ്റുകൾ എൻ്റെ അടുത്തുണ്ടോ എന്ന് വരെ നമുക്ക് ബോധ്യപ്പെടുത്തി തരും ആര്, നമ്മുടെ ശത്രുക്കൾ. അപ്പം ഒരാളെ വെറുത്താൽ
നമ്മളെന്ത് ചെയ്യും? എത്ര ആയാലും ആ കുറ്റം മാത്രമേ നമ്മൾ നോക്കുള്ളൂ. ഒരാൾ ഇഷ്ടപ്പെട്ടാലോ കുറ്റം എന്ന് പറഞ്ഞ സംഗതിയെ നമ്മൾ എന്ത് ചെയ്യില്ല, നോക്കൂല. അപ്പൊ നഫ്സിനെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നഫ്സിന്റെ ന്യൂനതകളെ നോക്കൂല. നഫ്സിനെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്തെല്ലാം പോരായ്മ ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ നഫ്സിന്റെ പോരായ്മ മുഴുവൻ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? നമ്മൾ എല്ലാ വിഭാഗത്തിലേക്ക് നമുക്ക് പോവും. സദാസമയത്ത് നമുക്ക് ആരാകാം? ദാക്കിറാകാം. സദാ എല്ലാ വൈകാരികളും നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയും എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോ എല്ലാ തിന്മയുടെയും അടിസ്ഥാനം എന്താണ്? ഏതാണ്? നഫ്സിനെ എന്ത് ചെയ്യാണ് നമ്മൾ? എന്തെങ്കിലും ഉഷാറില്ലാത്ത എല്ലാ തിന്മയുടെ അടിസ്ഥാനം നഫ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? നഫ്സിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നഫ്സിന്റെ കാര്യം പറയുമ്പോൾ ഒരു ഉഷാറില്ലായിരിക്കും. നഫ്സിന്റെ വിഷയത്തിൽ നമ്മൾ ആരാവലാണ്? സംതൃപ്തലാവലാണ്. അതോടെ നമുക്ക് എല്ലാ തിന്മയും വരുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തെ ആദ്യത്തെ തിന്മ തന്നെ നടന്നത് നഫ്സിന്റെ കാര്യത്തിലുള്ള ഏതാണ്? സംതൃപ്തിയാണ്. ഇബ്ലീസിന്റെ മാർഗത്തിൽ നമുക്ക് ഇബ്ലീസിന്റെ കാര്യം നമുക്ക് ആലോചിച്ചാൽ അറിയാം അല്ലേ? എന്താണ്? നഫ്സിൽ അഹങ്കാരവും കിബറും ഉണ്ടായി, അസൂയ ഉണ്ടായി. അത് നഫ്സ് ഇഷ്ടപ്പെട്ടു. അതോടുകൂടി എന്തായി? ഇബ്ലീസ് എന്തായി? ലോകത്തെ ആദ്യത്തെ തിന്മ ചെയ്തു. ഈ രണ്ടാമത്തെ ഒരു വീഴ്ച എന്ന് പറയുന്നത് ആദം നബി ഇസ്ലാമിന്റെ കാലത്ത് നമുക്ക് കാണാൻ കഴിയും, സംഭവത്തിൽ കാണാൻ കഴിയും. അതും നഫ്സിന്റെ ഭാഗത്തു നിന്നാണ്. പഴം തിന്നാൻ എന്ത് ചെയ്തു? നഫ്സ് എന്ത് ചെയ്തു? നഫ്സ് ആഗ്രഹിച്ചു. അതോടെ എന്ത് ചെയ്തു? അവിടെയും ഒരു വീഴ്ച വന്നു. മൂന്നാമത്തെ ഹാബീൽ കാബേലിന്റെ വിഷയം. ഇത് ഉദ്ഘാടനം ഇങ്ങനെ വരികയാണ്. മൂന്നാമത്തെ എന്താണ്? ഹാബീൽ കാബേലിന്റെ എന്താണ്? വധിക്കാനുള്ള കാരണം എന്താണ്? അസൂയയാണ്. ഇതിന്റെ ഭാഗത്തുനിന്നുള്ളതാണ്, നഫ്സിന്റെ ഭാഗത്തുനിന്നുള്ളതാണ്. അപ്പൊ എല്ലാ തിന്മയുടെയും അടിസ്ഥാനം ഏതാണ്? നഫ്സാണെന്നുള്ളതാണ്. നഫ്സിനെ നമ്മൾ എന്ത് ചെയ്യലാണ്? നമ്മൾ സംതൃപ്തിയാവുക എന്നുള്ളതാണ്. എന്നാൽ എല്ലാ നന്മയുടെയും അടിസ്ഥാനം നഫ്സിന്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല, സംതൃപ്തരല്ലാതാവുക എന്നുള്ളതാണ്. മഹാന്മാർ പറയുന്നത് കാണാം. അതാണ് മാറ്റുക്കളായ ആളുകൾ. മഹാന്മാർ പറയുക കാണാം, ഒരാൾ സ്ഥിരമായി അയാളുടെ നഫ്സിന്റെ വിഷയത്തിൽ അയാൾ ജാഗ്രതയല്ലെങ്കിൽ, എല്ലാ അവസ്ഥയിലും നഫ്സിന്റെ വിഷയത്തിൽ അയാൾ എതിരായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ, അത് ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് അല്ലാതെ വിപരീതം ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അയാൾ എന്ത് ചെയ്യും? ചതിയിലേക്ക് പെടാനുള്ള എല്ലാ ചാൻസും അയാൾ ഉണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം വരെ ആരാണ്? പ്രവാചകനാണ്. ആര്? യൂസുഫ് നബി അലൈഹി ഇസ്ലാം. ആരാണ്? യൂസുഫ് നബിന്റെ സ്ഥാനം എന്താ? ചരിത്രത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കരീം എന്നാണ് അല്ലേ? അത്രയും പ്രൗഢത പറയാൻ പറ്റിയ പ്രവാചകനാണ് ആര്? അങ്ങനെയാണ് പറയുന്നത്. യൂസുഫ് നബിനെ ഐഡന്റിഫൈ ചെയ്യണത് എന്താണ്? കരീം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദരിക്കപ്പെട്ടവന്റെ മകനായ, ആദരിക്കപ്പെട്ടവന്റെ മകനായ, ആദരിക്കപ്പെട്ടവന്റെ മകനായ, ആദരിക്കപ്പെട്ടവൻ എന്നല്ലേ? നമുക്കൊന്നും അങ്ങനെ പവർ പറയാൻ പറ്റില്ല. എൻ്റെ വാപ്പ രണ്ടാമത്തെ മൂന്നാമത്തെ വാപ്പനെ പറയുമ്പോഴത്തേന് നമ്മളെ അതൊക്കെ വായ്പുണ്ടോ? ഇതാരാ? അഹങ്കാരം പറയാൻ ഏറ്റവും നല്ലത് യൂസുഫ് നബിക്കാണ്. എൻ്റെ വാപ്പ നബിയാണ്, എൻ്റെ വാപ്പാൻ്റെ വാപ്പ നബിയാണ്, അവരെ വാപ്പ നബിയാണ്, അവരും വാപ്പ നബിയാണെന്ന് പറയാൻ ഇത്രയധികം അന്തസ്സിൽ പറയാൻ പറ്റിയ പ്രവാചകനാണ് ആര്? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം. എന്നിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞാൽ ഇന്നൽ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ എന്നാണ്. നഫ്സിന്റെ വിഷയത്തിലാണ്. നഫ്സ് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടിയിട്ടില്ലെങ്കിൽ നഫ്സിന്റെ കാര്യം എന്താണ്? മഹാ പോക്കാണെന്നാണ്. അതോടെ മഹാന്മാർ പറയുന്നത് നഫ്സിന്റെ വിഷയത്തിൽ ഏറ്റവും നല്ല പരിഹാരം സ്ഥിരമായി നമ്മൾ 3 പരിഹാരമാണ് ഇമാം ഗസാലി പറയുന്നത്. മഹാനായ ഇമാം ഗസാലി 3 പരിഹാരം പറയുന്നതിൽ ഒന്നാമത്തെ പരിഹാരം പറയുന്നത് എന്താണ്? നഫ്സിന്റെ ഒരു പരിഹാരം തന്നെയാണ്. ഇല്ലാമ യൂസുഫ് അലൈഹി സ്വലാം അവിടെ പറയുന്നുണ്ട്, ഇല്ലാമ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് കാരുണ്യം ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ നഫ്സ് എന്നോട് എന്ത് ചെയ്യും? തിന്മ കൊണ്ടിങ്ങനെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ റബ്ബിന്റെ കാരുണ്യം ഉണ്ടെങ്കിലാണ് നഫ്സിന്റെ കൽപ്പനയിൽ ഞാൻ എന്ത് ചെയ്യാനാ മുക്തനാകുക. അപ്പൊ നമ്മൾ നിരന്തരം സർവശക്തനായ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? നഫ്സിന്റെ വീക്ക്നെസ് എന്ന് അള്ളാഹുവിനെ നമ്മൾ എന്ത് ചെയ്യണം? കാവല ചോദിച്ചുകൊണ്ടേ ഇരിക്കണം.
അത് ഏറ്റവും വലിയ സംഗതിയാണ്. നഫ്സിൻ്റെ പഠിച്ചവനെ എൻ്റെ ഈ വീക്ക്നെസ് നമ്മളതിൽ അസംതൃപ്തി പ്രകടിപ്പിക്കണം. അള്ളാഹു ഞാൻ മോശക്കാരനാണ്, ഞാൻ തിന്മ ചെയ്യുന്നവനാണ്, പഠിച്ചവനെ എൻ്റെ നഫ്സിന് ഒരുപാട് വീഴ്ചകളുണ്ട്. ഇത് സ്വന്തം കാണുകയും അള്ളാഹുവിനെ കാവലിനെ ചോദിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് മുക്തി നേക്കാനുള്ള സഹായം സർവശക്തനായ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്കുണ്ടാവും. അത് നമുക്ക് തോന്നണം എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന്. അല്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നും ഇല്ല എന്ന് തോന്നുകയാണെങ്കിലോ അയാൾക്ക് പിന്നെ അങ്ങനെ കാരുണ്യം തോന്നാനുള്ള അവസ്ഥ സാഹചര്യം അയാൾക്ക് ഉണ്ടാവില്ല, അയാൾക്ക് ഉണ്ടാവില്ല. മാന സിർറുശക്തി പറയണം. മൻ അറഫല്ലാഹ ആശ. മാന സിർറുശക്തിയുടെ നല്ലൊരു വാക്കുണ്ട്. മൻ അറഫല്ലാഹ ആശ വമൻ മാല ഇല ദുനിയ തോഷ വൽ അഹ്മഖു യറൂഹു വയഉദു ഫിൽ വൽ അഹ്മഖു യറൂഹു വയഉദു ഫിൽ ആശ വൽ ആഖിലു അൻ ഉയൂബിഹി ഫതാശ. എന്തൊരു നല്ല രസമുള്ള വാക്കാണെന്നറി. ആര് പറയും? ദോശ എന്താ ശ്രീശക്തി പറയണ്. വലിയ സൂഫിയാണ് ശ്രീശക്തി, മഹാനാണ്. അതായത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയണ എങ്ങനെയാന്ന് വെച്ചാല് കാല് നീട്ടിയിട്ട് പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, പ്രായോളം എന്ത് ചെയ്തിട്ടില്ല, ഇബാദത്ത് എടുത്തിട്ടില്ല. അത്രയും ഒഴിവുള്ള വിഭാഗത്ത് ഫുള്ള് ഇതിലേക്ക് അതുപോലെ ഇരുന്ന് നമ്മളുണ്ടല്ലോ കാലുകളെ നീട്ടിയാൽ ആശ്വാസത്തിലേ നിൽക്കുകയല്ല, അങ്ങനെ പോലും ചെല്ലാതെ ഫുൾ ടൈം അള്ളാഹുവിന് മുമ്പിൽ വളരെ അദബ് പാലിച്ചിരുന്ന് ദിക്ർ ചൊല്ലിയ ആളാണ് ആര്? സിർറുശക്തി. അദ്ദേഹം ഒരിക്കൽ ക്ഷമയെക്കുറിച്ച് ക്ലാസ് എടുക്കേണ്ട ഇടയിലാണ് എന്ത് ചെയ്ത് കാൽമ വന്നിട്ടൊരു തേള് കടിച്ചത്. ക്ഷമ പറയുന്നത്, ക്ഷമനെ പറ്റിയാണ് ഏതെടുക്കുന്നത്, ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ വലിയൊരു തേള് വന്നിട്ട് കാൽമ കുടിച്ച് കാലങ്ങനെ വലിക്കാതെ വെച്ചിരുന്നു. അപ്പൊ ആൾക്കാർ തേള് എന്ന് അറിയില്ല, അങ്ങനെയാണല്ലോ. കോമ പിന്നെ പേടിപ്പിക്കുമല്ലോ, പാമ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ കാണായില്ല, പക്ഷെ ഞാൻ പറയുന്ന വിഷയം ഏതാ? ക്ഷമല്ലേ. അതുകൊണ്ട് അവിടെ കേട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സിർറുശക്തി പറയണത് മൻ അറഫല്ലാഹ ആശ. ഒരാൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ അയാൾ യഥാർത്ഥ നല്ല ജീവിതം അയാൾക്ക് ജീവിക്കാൻ കഴിയും. അവൻ മാല ഇല ദുന്യ ദോഷ. ഒരാൾ ദുന്യാവിലേക്ക് പോയാൽ എന്ത് ചെയ്യും? അയാൾ നശിക്കും. ദോഷല്ല സലീമേ, ദോഷ. അവൻ അഹ്മഖു യറൂഹു വയഉദു. ഒരു വിഡ്ഢി നേരം വെളുപ്പിക്കുന്നു, വൈകുന്നേരമാക്കുന്നു. ഫീലാശ, ഒരു കാര്യത്തിലും പെടാതെ. അവന് നേരം വെളുക്കാൻ വൈകുന്നേരമെന്നല്ലാതെ അതിങ്ങനെ മാറി മാറാന്നല്ല, ഇവനിൽ നിന്ന് യാതൊരു ബെനിഫിറ്റും ഇല്ല, ഒന്നുമില്ല. വല്ലാക്കലു അൻഉയൂബിഹി ഫതാശ. ബുദ്ധിമാൻ അവന്റെ ന്യൂനതയെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പരിശോധിക്കുന്നുണ്ട്. അവൻ ന്യൂനതയെ കുറിച്ച് പരിശോധിച്ചാലേ ന്യൂനത നമുക്ക് എന്തേ ഉള്ളൂ, കിട്ടുള്ളൂ. അവൻ ന്യൂനതയെ കുറിച്ച് പരിശോധിക്കുന്നത്, നഫ്സിന്റെ വീക്ക്നെസ്സിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് എല്ലാ ന്യൂനതകളും നമുക്ക് നന്നായി കിട്ടും. അതാണ് നേരത്തെ പറഞ്ഞത്, വെറുപ്പുള്ള ആളെ നോക്കിയാൽ വെറുപ്പുള്ള ആളിനെ നോക്കുന്നത് പോലെ, നമുക്ക് വെറുപ്പ് കൂടുന്ന ഒരാളിലേക്ക് നോക്കുന്നത് പോലെ നഫ്സിലേക്ക് നമ്മൾ നോക്കിയാ എല്ലാ സകല ഫസാദിന്റെയും ഗോഡൌണാണ് ഏത് എന്ന് മനസ്സിലാവും. ഏത് നമ്മളെ നഫ്സ് മനസ്സിലാവും. അതല്ല നമ്മൾ ഇഷ്ടപ്പെട്ട ആളെ നോക്കണ പോലെ നഫ്സിൽ നോക്കിയാൽ ഇത്ര മാണിക്കല്ലായ സാധനം നമുക്ക് ദുനിയാവില് വേറെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, ഒരു മനുഷ്യന് ഏറ്റവും വലിയ പരാജയം അയാളെ നഫ്സിനെ കുറിച്ച് എന്തില്ല, പഠിക്കണില്ല എന്നാ. നഫ്സിന് ഭയങ്കര പ്രശ്നമുണ്ട് എന്നാ. നഫ്സിന് രണ്ട് പ്രശ്നങ്ങളാണ് മഹാനായ ഇമാം ഗസാലി പറയുന്നത്. ഒന്ന്, നമ്മൾ ഇഷ്ടപ്പെട്ട ശത്രുവാണ് ആര്? നഫ്സ് എന്നാ. നമ്മൾ സ്നേഹിക്കുന്ന ശത്രുവാണ്. ശത്രുക്കളെ നമ്മൾ സാധാരണ സ്നേഹിക്കൂലല്ലോ. എനിക്ക് അവന്റെ ശത്രുവാണെങ്കിലും എൻ്റെ മുഹിബാണെന്ന് ആരെയും പറയലുണ്ട? ഇല്ലല്ലോ. അങ്ങനെ ഏത് ശത്രു നമ്മൾ പറയലുണ്ടോ? നമുക്ക് വേണ്ടപ്പെട്ട ശത്രു, നമ്മൾ ഇഷ്ടദാസന്റെ ശത്രുക്കൾ പറയില്ല. എന്നാൽ നമുക്ക് വേണ്ടപ്പെട്ട, നമ്മൾ മുഹിബ, നമ്മൾ അങ്ങേറ്റ ഇഷ്ടപ്പെട്ടൊരു ശത്രു ഒരാളേ ഉള്ളൂ. അതാരാ? നമ്മളെ നഫ്സ്. അത് നമുക്ക് ഇഷ്ടമുള്ള ശത്രു. ഒരിക്കലും ഒരു അറാബി ദ്വായിരുന്നു, ഒരാൾക്ക് ദ്വായിരുന്നു കൊടുത്തു. എന്ത്? അറാബിയുടെ പ്രാർത്ഥന കണ്ടായിരുന്നു. അള്ളാഹു, ഒരു അറാബി വേറാക്ക് ദ്വാരുന്ന, അള്ളാഹു നിന്റെ എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കട്ടെ എന്നാണല്ലോ നിന്റെ നഫ്സ് വെച്ചത്. നിന്റെ നഫ്സ് കൂടി നശിപ്പിക്കട്ടെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? മൂപ്പരും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹു താല എൻ്റെ എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കട്ടെ. നിന്നെ നഫ്സ് വെച്ചാൽ, നഫ്സ് എന്താണ്? നമ്മളൊപ്പമുള്ള ശത്രുവാണ്. പിന്നെ നഫ്സിന്റെ വേറൊരു പ്രശ്നം വെച്ചാല്, അതായത് ഈ സാധനം
നമ്മളെ കൂടെയുള്ള ശത്രുവാണ്. രണ്ടാമത്തെ കാരണം ഇമാം ഗസാലി പറയുന്നത് നമ്മളെ കൂടെയുള്ള ശത്രുവാണ് ആര്? നഫ്സ്. പുറമേയുള്ള ശത്രുവല്ല. പുറമേയുള്ള ശത്രുവിനെ നമുക്ക് പല നിലക്കും പ്രൊട്ടക്ട് ചെയ്യാം. കള്ളൻ നമ്മളെ വീട്ടിൽ തന്നെ ആയാൽ എന്താണ്? ചിലടത്ത് അങ്ങനെ ഉണ്ട്. കള്ളം എന്താണ് വീട്ടിൽ തന്നെ സാധനം. നമ്മളെ വീട്ടിൽ നിന്ന് പണ്ടം കാണാനില്ല, ഇങ്ങനെ പോവന്നെ പണ്ടോ. അപ്പൊ ലാസ്റ്റ് പരിശോധിച്ചപ്പോ എന്താണ്? പുതിയ മരോളെടുത്തുണ്ട് ഓരോന്നോരോ. പിന്നെ ഇതിന് പരിഹാരം കണ്ടുപിടിക്കാൻ നല്ല പ്രയാസമാണ്. അപ്പൊ ഇതേപോലെ കള്ളൻ വീട്ടിലായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നിലക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നഫ്സിനെ നമുക്ക് പരിശോധിക്കാൻ വല്ലാതെ കഴിയാത്തത്. നഫ്സ് പറഞ്ഞ ആ കള്ളൻ നമ്മളിൽ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പരിശോധിച്ചാലാണ് നമുക്ക് എന്താകാൻ കഴിയുക, എല്ലാ തെറ്റിൽ നിന്നും നമുക്ക് മുക്തനാകാൻ കഴിയുക എന്നർത്ഥം. അല്ലാഹു തആല സഹായിക്കട്ടെ. അതുകൊണ്ട് പറയാണ് അസ്ലു കുല്ലു മഅസിയത്തിൻ വഅഫ്ലത്തിൻ വശഹവത്തിൻ അരിള അനിൻ നഫ്സ്. എല്ലാ തിന്മയുടെയും അശ്രദ്ധയുടെയും വൈകാര്യതയും അടിസ്ഥാനം നഫ്സിൽ നമ്മൾ എന്തായാലാണ് സംതൃപ്തലാവലാണ്. വാസലു കുല്ലു ത്വാഅത്തിൻ എല്ലാ നന്മയുടെയും അടിസ്ഥാനം, വയഖലത്തിൻ ഉണർവിൻ്റെയും അടിസ്ഥാനം, വഇഫത്തിൻ എല്ലാ വിശുദ്ധിയുടെയും അടിസ്ഥാനം അതുമുറില്ല മിൻക അൻഹ ആ നഫ്സിൻ്റെ ഭാഗത്തിൽ നീ അസംതൃപ്തനാവലാണ്. എന്നിട്ട് പറയാണ് നോക്കൂ, അപ്പം നഫ്സിൻ്റെ നീ നോക്കാം, നഫ്സിൻ്റെ കാര്യത്തിൽ അസംതൃപ്തി ഉള്ളവനാണ് ഏറ്റവും വലിയ ആര്? എൻ്റെ നഫ്സിൻ്റെ കാര്യത്തിൽ ഞാൻ സംതൃപ്തനല്ലെങ്കിൽ ഞാനാണ് ശരിക്കും ആര്? ആലിമ്. അയാളാണ് ആലിമ്. സ്വന്തം നഫ്സിന്റെ വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ട് അതിൽ സംതൃപ്തനാകാതെ അപ്പോഴല്ലേ അയാളതിനെ ട്രീറ്റ് ചെയ്യണുള്ളൂ. സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ ഒരാൾ അസംതൃപ്തനാണെങ്കിൽ അയാളാണ് ആലിമ്. സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ ഒരാൾ സംതൃപ്തനാണെങ്കിൽ അയാൾ ആരല്ല? അയാൾ ആലിമല്ല. എന്ത് വിവരം ഉണ്ടായിട്ടും കാര്യമില്ല. സ്വന്തം ന്യൂനത കണ്ടുപിടിക്കാൻ കഴിയാത്ത പിന്നെ എന്ത് ഇൽമയാക്കുള്ളത്? അതുകൊണ്ടാണ് മഹാനവർ പറയുന്നത് എന്ത് നോക്കൂ, വലയൻ തസ്ഹബ, നോക്കൂ, വലയൻ തസ്ഹബ, നീ സഹവസിക്കൽ ജാഹിലൻ, ഒരു ജാഹിലുമായി നീ സഹവസിക്കൽ. എങ്ങനത്തെ ജാഹിലാണ്? ലാ യർള അൻ നഫ്സി, അയാൾക്ക് അയാളെ നഫ്സിന്റെ കാര്യത്തിലല്ല, അയാളല്ല സംതൃപ്തൻ അല്ല, അയാൾ വിവരല്ല. നിങ്ങൾ ചോദിച്ചാൽ ഖുർആന്റെ ഹദീസിന്റെ ആയത്തിന്റെ അർത്ഥം ഒന്നും പറഞ്ഞാൽ ചിലപ്പോൾ മൂപ്പർക്ക് എന്താവില്ല, മൂപ്പർക്ക് കഴിയില്ല. അല്ലെങ്കിൽ ഖുർആൻ കത്തെന്ത് പിന്നെ കാണാതെ പറഞ്ഞു തരാൻ കഴിയില്ല, അല്ലെങ്കിൽ ഹദീസുകളോ സനദോ റിവായത്തൊന്നും കഴിയില്ല. പക്ഷെ അയാൾ ആരാണ്? അയാൾ വിശുദ്ധനാണ്. അയാൾ എന്താണ്? അയാൾ നഫ്സിന്റെ കാര്യത്തിൽ അയാൾ സംതൃപ്തനല്ല. അയാൾക്ക് അയാളെ പോരായ്മകൾ നല്ല അറിയാം. ആ പോരായ്മകൾ അയാൾ പരിഹരിക്കുന്നുണ്ട്. അയാളെ വീക്ക്നെസ് അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്കെന്താണ് വീക്ക്നെസ് എന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അയാളെ വീക്ക്നെസ് കണ്ടുപിടിക്കുകയും ആ വീക്ക്നെസ്സിനെ ട്രീറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ അയാൾ പണ്ഡിതനല്ല. അങ്ങനത്തെ ഒരു ജാഹിലുമായി നീ സഹവസിക്കൽ. നോക്കൂ നിങ്ങൾ, നീ സഹവസിക്കൽ ആരായിട്ടാണ്? നീ ഇപ്പോൾ ഒരാളെ സഹവസിക്കാൻ കൂട്ടിയിരിക്കുന്നത്, അയാൾ ആരാണ്? ജാഹിലാണ്, വിവരമില്ലാത്തവനാണ്. പക്ഷെ അയാൾ ആരാണ്? അയാൾ നഫ്സിന്റെ വിഷയത്തിൽ അയാൾ ആരല്ല? സംതൃപ്തൻ അല്ല. അങ്ങനത്തെ ഒരു ജാഹിലുമായി സഹവസിക്കൽ ഖൈറുൻ ലക, നിനക്ക് ഏറ്റവും ഉത്തമമാണ്. മിൻ അൻ തസ്ഹബ, നീ സഹവസിക്കുന്നേക്കാൾ ആലിമൻ, ഒരു പണ്ഡിതനുമായി നീ സഹവസിക്കുന്നേക്കാൾ. എങ്ങനത്തെ പണ്ഡിതനാണ്? യർള അൻ നഫ്സി, ആ പണ്ഡിതൻ അയാളെ കാര്യത്തിൽ സംതൃപ്തനാണ്. അയാൾക്ക് അയാളുടെ നഫ്സിനെ കുറിച്ച് യാതൊരു പരാതിയില്ല. അയാൾ വലിയ ആലിമാണ്. പണ്ഡിതന്മാരെ മോശമാക്കല്ലോ കേട്ടോ. യഥാർത്ഥ ആലിമ അങ്ങനെ ആവൂല എന്നാണ് പറയുന്നത്. യഥാർത്ഥ ആലിമ എപ്പോഴും ന്യൂനതയെ പരിശോധിച്ചുകൊണ്ടിരിക്കും. സൂഫിയാക്കളൊക്കെ അങ്ങനെയാണ്. എൻ്റെ വീക്ക്നെസ് എന്താണെന്ന് പരിശോധിക്കാത്ത ഒരു സൂഫിയുമില്ല. ഒരു സൂഫിയുടെ കഥ കാണാം. അദ്ദേഹം പറഞ്ഞു 40 കൊല്ലമായിട്ട് അതിൻ്റെ വീക്ക്നെസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയെന്ന. ഒരു വലിയ അദ്ദേഹം പറഞ്ഞു 40 കൊല്ലമായിട്ട് എന്താണ് ഞാൻ എൻ്റെ ന്യൂനതകളെ പരിശോധിക്കണം. മാന അബു ഹഫ്സ് റഹ്മത്തുള്ള അതാണ് മാന പേര്. അദ്ദേഹം പറയാണ് എൻ്റെ നഫ്സ് എങ്ങനെയാണ് ഏതവസ്ഥയിലാണ് പോകണമെന്ന് 40 കൊല്ലമായിട്ട് ഞാൻ പരിശോധിക്കുന്ന. ചിലരെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മാന ജുനൈദുൽ ബഗ്ദാദി എന്ന് പറയാണ്. അത് പിന്നെ നഫ്സിനെ വഴിപ്പെടുത്തി എന്നുള്ള. അപ്പോൾ ഒരു ആലിമാണ്, പക്ഷെ മൂപ്പൻ നഫ്സിന്റെ കാര്യത്തിൽ ഭയങ്കര സംതൃപ്തനാണ്. അങ്ങനെ നഫ്സിന്റെ കാര്യം സംതൃപ്തനാണ്. മൂപ്പർക്ക് ഇൽമുണ്ട് എന്നുള്ളൂ. പക്ഷെ മൂപ്പർക്ക് കുറെ വൈകാരികതകളുടെയും ഓഫലത്തിന്റെയും തിന്മയുടെയും പിന്നിലാണ്. ആൾക്ക് വലിയ ഇൽമുണ്ട്. ചില ആൾക്കാർ അങ്ങനെയല്ലേ, ചില കള്ളൂടിമാരൊക്കെ നല്ല ആയത്തോ ഹദീസൊക്കെ എന്ത് ചെയ്യും, ഒതി തരും. നമ്മൾ പറഞ്ഞ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാന്ന് പറയും. എന്താണ്ട് കാര്യം? ഇൽമ നല്ലോണ്ട്,
പക്ഷെ എന്താണ് അള്ളാഹു ചെയ്യാൻ പറഞ്ഞ ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു തരുന്ന എല്ലാ കാര്യത്തിലും ആരുണ്ട്? അയാളുണ്ട്. അപ്പൊ പിന്നെ അയാളുമായി സഹവസിക്കുന്നതിനേക്കാൾ നല്ല എന്താ? വിവരമില്ലാത്തൊരു ജാഹിലാണ്. അയാൾക്ക് പടു ജാഹിലാണ്, അയാൾക്ക് ഒരു വിവരവുമില്ല. പക്ഷെ അയാൾക്ക് എന്തുണ്ട്? അള്ളാഹുവിനെ പേടിയുണ്ട്, ഭയമുണ്ട്, തിന്മയിലേക്ക് പോകണില്ല, വൈകാരികൾക്ക് അയാൾ മുക്തനാണ്. അയാൾ ശരിക്കും ആലിമ്. ഇൽമിന്റെ യഥാർത്ഥ ഇൽമ എന്താണ്? റബ്ബിനെ പേടിക്കലാണ്. റബ്ബിനെ പേടിക്കാന്നുള്ള യഥാർത്ഥ മർമ്മം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി കുറച്ച് അർഫുൽ ലഫ്ളുമാണ്, അല്ല ബാക്കി കുറച്ച് അർഫുൽ ലഫ്ളുമാണ്, അത് അയാൾക്ക് ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥ കിട്ടേണ്ട ഇൽമാർക്ക് കിട്ടിയിട്ടുണ്ട്, അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അയാളുമായി നീ സഹവസിക്കലാണ്. വലിയ വിവരമുള്ള ആലിമാണ്, മൂപ്പര് എല്ലാത്തിനും മസല പറഞ്ഞുതരും. പക്ഷെ ഈ പരിപാടിക്കൊന്നും ആരെ കിട്ടൂല, മൂപ്പരെ കിട്ടൂല. അങ്ങനത്തെ ഒരു ആലിമിനെ സഹവസിക്കുന്നേക്കാൾ നല്ലത് ഒരു വിവരമില്ലാത്ത റബ്ബിനെ പേടിക്കുന്ന നഫ്സിന്റെ കാര്യത്തിൽ അസംതൃപ്തനായ ഒരു ജാഹിലുമായി നീ സഹവസിക്കലാണ്. അതാണ് മഹാന്മാർ പറയുന്നത്. മനസ്സിലായില്ല? കാരണം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ സംഗതി പറഞ്ഞില്ല, ഇൽമ കൂടുന്നതിനനുസരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കണം, അല്ലെങ്കിൽ ആ ഇൽമ കൊണ്ടൊന്നുമില്ല, പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ചില വാക്കുകൾ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. എന്നാലും പറയാണ്, ഇൽമുള്ള ആളുകൾ അധികവും അവരിലേക്ക് ഹിജാബ് വേഗം വരുന്നുണ്ട് എന്നുള്ളതാണ്. ചില സൂഫിയാക്കളെ വർത്താനം, ഇൽമ് കൂടുതലനുസരിച്ച് ചില ആളുകൾ ഹിജാബ് അള്ളാഹുവിലേക്കുള്ള മറ വേഗം വരുന്നുണ്ടെന്ന്. കാരണം എന്താണ്? ഇൽമിന്റെ ഒരു വില ഇല്ലാത്ത അവസ്ഥയിൽ അവർക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ ആ ഒരു അലിവ് അവരിൽ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ചെയ്യും? അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് അവർ വേഗം എന്ത് ചെയ്യും? അകലും, അകലും. ഇൽമിനനുസരിച്ച് പ്രവർത്തിച്ചാലോ എല്ലാവരെക്കാളും ഉഷാറായിട്ട് അവരെന്നാവും. രണ്ടു കൂട്ടർക്കാ നന്നാകാൻ ഏറ്റവും നന്നാകാൻ അവസ്ഥ. അത് തീരെ വിവരമില്ലാത്തവൻ അവൻ എന്ത് ചെയ്യും? അന്ധമായ റബ്ബിലേക്ക് അടുക്കും. മറ്റു നല്ല വിവരമുള്ളവൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇൽമിനനുസരിച്ച് ഫലം ചെയ്താൽ വളരെ പെട്ടെന്ന് റബ്ബിലേക്ക് അടുക്കാൻ പറ്റും. മറ്റവർക്ക് കുറച്ച് വിവരം ഉണ്ടാവും, അതിന് കുറെ സംശയം ഉണ്ടാവും, അതിന് പരിഹാരം ഉണ്ടാവില്ല. വിവരം ഉണ്ടാവും, സംശയം ഉണ്ടാവും, ഇങ്ങനെ കെട്ടി കിടക്കുന്ന കുറെ ആളുകളുണ്ട്. എന്നാൽ അത് വിഷയമല്ല. ഞാൻ പറയുന്നത് അത് ഏറ്റവും വലിയ ഇൽമ എന്താണ്? മഹാന്മാർ പറയുന്നത് എന്താണ്? നഫ്സിന്റെ വിഷയത്തിൽ എന്തുണ്ടാവുക? അസംതൃപ്തനാണ് എന്നുള്ള ബോധമുണ്ടെങ്കിൽ അയാളാണ് ജാഹിലായാലും അയാളെ കൂടെ കൂടിയാലാണ് നമുക്ക് ഇത് കിട്ടുക, ഗുണം കിട്ടുക. അപ്പൊ ജനങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില സാധാരണക്കാരായ ആളുകളുണ്ട്, അവർക്ക് വലിയ വിവരമൊന്നുമില്ല, പക്ഷെ അവർ നല്ല ഇബാദത്തായിരിക്കും, നല്ല പെരുമാറ്റമായിരിക്കും, നല്ല സ്വഭാവമായിരിക്കും. അവർക്ക് എല്ലാത്തിലും ക്ഷമയുണ്ടാവും, സഹനം ഉണ്ടാവും, വിട്ടുവീഴ്ച ഉണ്ടാവും, ധർമ്മം ഉണ്ടാവും, ഭയങ്കര വാക്കിലും പെരുമാറ്റത്തിലൊക്കെ ഭയങ്കര സൂക്ഷ്മത ഉണ്ടാവും. അതെല്ലാം ഒരു വിശ്വാസിക്ക് വേണ്ടത്. അപ്പൊ അവരെ കൂടെ കൂടുമ്പോൾ നമുക്ക് കുറെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. മറ്റൊരു ഇൽമുണ്ട് എന്നുള്ളൂ, പക്ഷെ ഇൽമുണ്ടായിട്ടൊന്നില്ല, ഒരു മോറലായിട്ടുള്ള ഒരു ഗുണവും ഒപ്പം നടക്കുന്ന ആൾക്ക് കിട്ടണില്ലെങ്കിൽ പിന്നെ എന്തിനാ ആൾക്ക് സഹവസിക്കുന്നത്? അപ്പൊ അതാ പറയുന്നത്, ജാഹിലൻ, നീ ഒരു ജാഹിലുമായ സഹവസിക്കൽ. ആ ജാഹിലാണ് സ്വന്തത്തിൽ അസംതൃപ്തനാണ്. ഖൈറുല്ലക, നിനക്ക് ഏറ്റവും ഉത്തമമാണ്. മിൻ അൻ തസ്ഹബ ആലിമൻ, നീ ഒരു ആലിമിനെ സഹവസിക്കുന്നതുമായി കാണും. ഇർള അൻ നഫ്സിഹി, അവന്റെ വിഷയത്തിൽ ആരാണ്? ആലിമ സ്വന്തത്തിൽ ആരാണ്? സംതൃപ്തനാണ്. അതുകൊണ്ട് എന്തുണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ, ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോ മറ്റവളെക്കാൾ മാനസികമായി അയാൾ തകരുന്നു. സബ്ർ എന്താണെന്ന് ആയത്തിലൂടെയും ഹദീസിലൂടെയും ഖുർആനിലൂടെ എങ്ങനെ വിശദീകരിച്ചു തരും. സുഫിയാക്കളൊക്കെ ആദ്യം പറഞ്ഞു, ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാലോ സബ്ർ അവസാനം ആരത്തുണ്ടാവില്ല, മൂപ്പരത്തുണ്ടാവില്ല. മറ്റേതാരാ? അയാൾക്ക് സബ്ർ അറിയില്ല, ആയത്തില്ല. എന്തെങ്കിലും വിഷമുണ്ടെങ്കിലോ അവനേക്കാൾ ക്ഷമിക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ അത്ഭുതപ്പെടും ഒരാൾക്ക് ക്ഷമ കണ്ടാൽ. മറ്റേ മൗലിയരോട് പറയണം, മൗലിയർ ഞങ്ങൾ സബൂർ ചെയ്യ്, അങ്ങനെ ഒതുങ്ങിയിരിക്കുക എന്ന് പറയേണ്ട അവസ്ഥ വരെയാണ്. അപ്പോ ഇതാണ് അവസ്ഥ. എന്നിട്ട് പറയാണ് ആലിമിൻ, അതിന്റെ ബാക്കി നിർത്തുകയാണ്. ആലിമിൻ, അപ്പൊ എന്ത് ഇൽമാണ് ഈ ആലിമിനുള്ളത്? ഇർളാ നഫ്സി, അയാളുടെ കാര്യത്തിൽ സംതൃപ്തനാണ്. മൂപ്പര് നഫ്സിന്റെ വീക്ക്നെസ് ഒന്നും നോക്കണില്ല. മൂപ്പര് ആ പറഞ്ഞതും ദീൻ പറഞ്ഞമായ വിഷയമായ നഫ്സിന്റെ വിഷയത്തിൽ മൂപ്പർക്ക് യാതൊരു ബന്ധമില്ല. നഫ്സിന്റെ വിഷയത്തിൽ മൂപ്പര് ആരാണ്? പരാജിതനാണ്. പിന്നെ എന്ത് ഇൽമാണ് അയാൾക്ക് ഉള്ളത്? ഇൽമിന്റെ നെത്തീജ എന്താണ്? മെയിൻ ഫലപുഷ്ടത എന്താ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ശരീരത്തെ കൊണ്ടുവരാന്നല്ലേ. അതിന് ഇയാൾക്ക് കഴിയണില്ലെങ്കിൽ പിന്നെ അയാൾ ഹാഫിളായിട്ട് എന്താ കാര്യം? ജാഹിലിന് എന്ത് വിവരക്കേടാ ഉള്ളത്?
ലാ യർള അൻ നഫ്സി, അയാൾ ആ വിഷയത്തിൽ സംതൃപ്തനേ അല്ല. അയാൾക്കറിയാം ഞാൻ പരാജിതനാണ്, ഞാൻ എൻ്റെ വീക്ക്നെസ് എന്താ എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഓഫിലാണ്, ഞാൻ അശ്രദ്ധനാണ്, ഞാൻ തെറ്റുകൾ ചെയ്യുന്നവനാണ്. ആ ബോധം ഉണ്ടാവുകയും എൻ്റെ ഈ ചെയ്താൽ ഞാൻ നന്നാവില്ല, ഈ ഒഫലത്ത് വന്നാൽ എൻ്റെ റബ്ബിൽ നിന്ന് അകലും, തിന്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല, തിന്മക്കുള്ള കാരണം നഫ്സിൻ്റെ എൻ്റെ വീക്ക്നെസ്സാണ്, അത് എനിക്ക് എൻ്റെ സൗകര്യമുണ്ട്, അസൂയുണ്ട്, അഹങ്കാരം, കിബറുണ്ട്, ഇങ്ങനെ ഓരോന്നോരും നമുക്ക് വരുമ്പോൾ തന്നെ ഇങ്ങനെ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ വലിയ ഏതില്ല, ആലിമില്ല. കാരണം നമുക്ക് നമ്മളെ വീക്ക്നെസ് വേഗം കണ്ടിരുന്നത് ഇത് അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തതാണ്. ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാകും, അസൂയവനാ, ഇതിൻ്റെ മനസ്സിൽ വെറുതെ അസൂയ തോന്നി വരികയാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു അഹങ്കാരം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ദേഹച്ചക്ക് ഭയപ്പെടുന്നു, എനിക്ക് ചില തിന്മകൾ ഇഷ്ടം വരുന്നുണ്ട്. ഇതിങ്ങനെ മനസ്സിലേക്ക് ബോധ്യപ്പെടുത്തുന്നവനാണെങ്കിൽ അയാളെക്കാളും വലിയ ഇൽമ് അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണ്. അതിന് ആയത്തും ഹദീസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞത്. മറ്റേ ആയത്തും ഹദീസും മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനനുസരിച്ച് നിൽക്കാൻ കഴിയണ്ടേ? അപ്പോൾ ഇൽമുകൾ കുറേ ഇങ്ങനെ ഉദ്ധരിക്കലല്ല, ആ ഇൽമിനനുസരിച്ച് എന്ത് ചെയ്യാണ്, ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഇൽമാകണുള്ളൂ. അങ്ങനത്തെ ഒരാളോട് നേരെ പക്ഷെ അയാൾ നല്ല ആലിമാണ്, അയാൾ ആ വിഷയത്തിൽ 100% ഓക്കെ ആണെങ്കിലോ ജാഹിലേക്കാൾ നമ്മൾ ആരെ കൂടെ കൂടണോ? അദ്ദേഹത്തെ കൂടണം. കാരണം അദ്ദേഹത്തെ ഇൽമാണ് യഥാർത്ഥ ഇൽമ്. അപ്പോൾ സ്വന്തം നഫ്സിൻ്റെ കാര്യത്തിൽ പരാജിതനാണെങ്കിൽ എത്ര ഇൽമുണ്ടായിട്ടും കാര്യമില്ല. സ്വന്തം നഫ്സിൻ്റെ കാര്യത്തിൽ വിജയിക്കുന്നവനാണെങ്കിൽ എത്ര വിവരക്കേടായിട്ടും കാര്യമില്ല. അപ്പോൾ സ്വന്തം നഫ്സിൻ്റെ കാര്യത്തിൽ അസംതൃപ്തനായ ആളാണെങ്കിൽ അയാൾ ആരല്ല, അയാൾ ജഹലിന് എന്തില്ല, ഒരു പ്രസക്തിയും ഇല്ല. സ്വന്തം നഫ്സിൻ്റെ കാര്യത്തിൽ അയാൾ സംതൃപ്തനാണെങ്കിൽ അയാൾ ഇൽമിനൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളത്. അപ്പം എല്ലാത്തിനും കാരണം എന്താണ്, ഇൽമ കൊണ്ട് എന്താണുള്ളത്, അള്ളാഹു തആലയിലേക്ക് നന്മയിലേക്ക് വരിക, ഉണർവിലേക്ക് വരിക, വിശുദ്ധിയിലേക്ക് വരിക എന്നാണ്. അപ്പൊ അതുണ്ടാവണമെങ്കിൽ എന്ത് വേണോ? അപ്പൊ മറ്റേ തിന്മകൾ വരികയാണ്. അപ്പൊ എല്ലാ തിന്മയുടെയും അശ്രദ്ധയുടെയും വൈകാര്യതയുടെ അടിസ്ഥാനം എന്താണ്? നഫ്സിന്റെ കാര്യത്തിൽ ഒരാൾ തൃപ്തനാകുമ്പോഴാണ് എന്നാണ് പറഞ്ഞു ചുരുക്കം. അപ്പോൾ നന്മയും തിന്മയും കണക്ട് ചെയ്തെടുക്കുന്നത് നഫ്സിന്റെ തൃപ്തിയും അതൃപ്തിയുമായി ബന്ധപ്പെട്ടിട്ടാവും. അതിലൂടെ ഒരു മനുഷ്യനെ വിജയിക്കാനും കഴിയുക, അതിലൂടെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക, പരാജയപ്പെടുകയും ചെയ്യുക. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അവിടെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഏറ്റവും വലിയ നമ്മൾ സ്നേഹിക്കുന്ന ശത്രുവിനെ നമ്മൾ കീഴ്പ്പെടുത്തി അതിനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിജയിക്കാൻ കഴിയുക. മറ്റു ഭൗതികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇവിടെയൊക്കെ വലിയ വലിയ ആളായിട്ടും വലിയ നീട്ടി ദ്വാരക്കാനും അതുപോലെ തന്നെ കുറേ ആയത്തും ഹദീസൊക്കെ പറയാനൊക്കെ വെക്കും. പക്ഷെ റബ്ബിൻ്റെ മുമ്പിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ആ വിഷയത്തിൽ നമ്മൾ എത്ര ക്ലിയർ ഉള്ളൂ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അള്ളാഹു തആല നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടും എല്ലാം അള്ളാഹു തആല സ്വലിഹ് അമലാക്കി സ്വീകരിക്കട്ടെ. അള്ളാഹു തആല ഇഷ്ടപ്പെട്ട അടിമകൾ അള്ളാഹു തആല ഉൾക്കൊള്ളിക്കട്ടെ.